യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറഞ്ഞ് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. 8 നോമ്പിൻ്റെ 6-ാം ദിനമാണിന്ന്. ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം വെളിപാട് പുസ്തകം 12-ാം അധ്യായമാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. പ്രിയപ്പെട്ടവരെ, ഈ വചനവാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ സ്ത്രീക്ക് ഈ ലോകത്തിൽ സ്വർഗത്തിൽ വലിയ അധികാരമുണ്ട് എന്നതാണ്. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഈ സ്ത്രീയുടെ പ്രത്യേകതയാണ്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ ഇതെല്ലാം പ്രപഞ്ച ശക്തികളാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ, ലോകത്തിൻ്റെ മേൽ പരിശുദ്ധ അമ്മയ്ക്ക് അധികാരമുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ അധികാരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അമ്മയുടെ സഹായത്തിൻ കീഴിൽ, അധികാരത്തിൻ കീഴിൽ ധൈര്യത്തോടെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഈ സ്ത്രീയെക്കുറിച്ച് കർത്താവിൻ്റെ വചനത്തിൽ പലയിടങ്ങളിലായിട്ട് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നമ്മൾ കാണും ഈ സ്ത്രീയെക്കുറിച്ച്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്: സ്ത്രീയെ, നിനക്കും എനിക്കും എന്ത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 19-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ നമ്മൾ കാണും: സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ഈ സ്ത്രീയെക്കുറിച്ച് വലിയ ദൈവഭക്തി ദൈവപിതാവിനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ അധികാരത്തിൻ കീഴിൽ നമുക്ക് ജീവിക്കാം. അപ്പോൾ നമ്മളെല്ലാവരും സുരക്ഷിതരായിരിക്കും. ഇന്ന് സാധിക്കുന്ന എല്ലാവരും വെളിപാട് പുസ്തകം 12-ാം അധ്യായം വായിക്കുകയോ എഴുതുകയോ ചെയ്യുക. പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഏറ്റവും അടുത്ത ദിവസങ്ങളിലാണ്. നല്ല നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വെളിപാട് പുസ്തകം 12-ാം അധ്യായം സാധിക്കുമെങ്കിൽ ഒരു പ്രാവശ്യം വായിക്കുകയോ എഴുതുകയോ ചെയ്യുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ അധികാരത്തിന് കീഴെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹവും സംരക്ഷണവും ലഭിക്കട്ടെ. യേശുനാമത്തിൽ അതിനെ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.